വിഷു കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയങ്ങളിൽ കൈവരിക്കുവാൻ പോകുന്നത്. ജീവിതത്തിൽ ഈ നക്ഷത്ര ജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യുന്നതായിരിക്കും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതായിരിക്കും. ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ ഞെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. കേതുവിൻ്റെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. രാഹുവിൻ്റെ മാറ്റം വളരെയധികം അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സമയം തെളിയുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളുമാണ് ജീവിതത്തിൽ കാണപ്പെടുന്നത്. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് ജീവിതം എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടായിരിക്കും. വരുന്ന ഒരു വർഷക്കാലം അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം സമയം തെളിഞ്ഞു നിൽക്കുന്നതാണ്. ഈ സമയം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. തൊഴിൽ സംബന്ധമായിട്ട് അന്വേഷിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്നതായിരിക്കും. വ്യാപാര രംഗത്ത് നല്ല രീതിയിലുള്ള പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. മക്കൾക്ക് ജോലി ലഭിക്കുന്ന സമയമാണ്. മക്കളെ കൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള സന്തോഷങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നൊരു സമയമാണ് വരുന്ന ഒരു വർഷക്കാലം. എന്തായാലും വിഷു കഴിയുന്നതോടുകൂടി തന്നെ അശ്വതി നക്ഷത്ര ജാതകരുടെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നല്ല രീതിയിലുള്ള വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിദേശത്തേക്കൊക്കെ പോകുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. എല്ലാവിധമായ തടസ്സങ്ങളും മാറി സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും ഉയർച്ചകളും നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം കൊണ്ട് ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നതാണ്. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുടുംബസമേതം ക്ഷേത്രങ്ങൾ പോയി ഈ ഒരു വർഷം നിങ്ങൾ പൂർണ്ണമായും ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് മനസ്സിരുത്തി തീരുമാനങ്ങളെടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തി ഗണപതി ഭഗവാൻ ഒരു നാളികേരമൊക്കെ ഉടച്ചിട്ട് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുക. ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും അകലുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം കാണപ്പെടുന്നു. അതുപോലെ തന്നെ മകം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വാഹനം, വസ്തു, ഗ്രഹം എന്നിവയിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ധനവരവിന് സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. വാഹന സംബന്ധമായിട്ട് ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വളരെയേറെ മികച്ച സമയമാണ്. അതുപോലെ തന്നെ വീടൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങൾ, ബ്രോക്കർമാർ, ഇവർക്കൊക്കെ വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്നവർക്കും ജീവിതത്തിൽ കഴിഞ്ഞു പോയ സമയങ്ങളിലെ ദുരിതകാലങ്ങളൊക്കെ മാറി ഇനി അങ്ങോട്ട് ഇവർക്ക് സുവർണ്ണ കാലം തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിരുത്തി ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വര കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. ഭൂമി പൂജയൊക്കെ നിങ്ങൾ നടത്തുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങളും ഉയർച്ചകളും ഉന്നതികളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ഉറപ്പായും ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ഈ സമയം വേണ്ടവിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉയർച്ച നേടുവാൻ കഴിയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വ്യാപാര മേഖലകളിൽ നിൽക്കുന്നവർക്കും ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത മാർക്കോടുകൂടി ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്നതായിരിക്കും. എന്തു തന്നെയായാലും ജീവിതത്തിൽ നല്ലൊരു വഴിത്തിരിവുണ്ടാകുന്നൊരു വർഷക്കാലമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അതുപോലെ തന്നെ അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകർ. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. എല്ലാവിധമായ സർവ്വ ഐശ്വര്യത്താലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈ സമയം കഴിയുന്നതായിരിക്കും. ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക.
കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു വർഷക്കാലമാണ് പൂരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക, ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. വലിയ നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളുമാണ് മുമ്പിൽ തെളിയുന്നത്. ഉറപ്പായും ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രയാസങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ കാലയളവ് കൊണ്ട് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള യോഗങ്ങളും സമയങ്ങളുമാണ് നിങ്ങൾക്ക് തെളിയുന്നത്. ഉറപ്പായും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുവാനുമുള്ള യോഗങ്ങളാണ് കാണപ്പെടുന്നത്. ഉറപ്പായും ജീവിതത്തിലും കുടുംബത്തിലും നിങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും ഐശ്വര്യപ്രദമായിട്ടുള്ള വാർത്തകളും നിങ്ങൾക്ക് ശ്രമിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് പൂരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റം വളരെയേറെ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്നതാണ്. അതായത് ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതോടുകൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അയവുണ്ടാകുന്നതായിരിക്കും. എല്ലാവിധമായ ഐശ്വര്യങ്ങളും വ്യാഴം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളും സമാധാനം നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ കൊണ്ടുവരുന്നതായിരിക്കും. ഒരു രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒരു വർഷക്കാലം ഉണ്ടാവുകയില്ല. ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് വിഷു കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നതായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ്. വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയും അനുകൂലമായിട്ട് നിൽക്കുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും തെളിഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയുടെ സമയമാണ്. ഏത് മേഖലകളിലും വിജയിക്കുവാൻ കഴിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും പൂജകളൊക്കെ നടത്തി നോക്കുക. ഉറപ്പായും നിങ്ങൾ അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകളും സകല സങ്കടങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക. ദിനവും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഈശ്വര മന്ത്രങ്ങൾ ഉരുവിടുക. ഉറപ്പായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നല്ല രീതിയിലുള്ള കുടുംബൈശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രേവതി നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നവും ഐശ്വര്യവും ജീവിത വിജയങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ധാരാളം കുമിഞ്ഞുകൂടുന്ന സമയമാണ്. ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ശത്രുവിന് മേലെ വിജയങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്താലും വാഴുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള സകല ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രതിസന്ധിയും പ്രയാസങ്ങളും മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകൾ നിങ്ങൾക്ക് ഈ കാലഘട്ടം വന്നു ചേരുന്നതായിരിക്കും. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുക. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ആരാധനകൾ നടത്തുക. ഉറപ്പായും ജീവിതത്തിൽ വെച്ചടി കയറ്റം ഉണ്ടാകുന്നതായിരിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തിൽ അതിസമ്പന്നതയിലേക്ക് കുതിച്ചുയരുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് വിഷു തെളിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറഞ്ഞ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്.